ഈശോ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്രമം എന്നുള്ളത് ദുർബലരായിട്ടുള്ളവർ ശക്തരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അഡ്ജസ്റ്റ് ചെയ്യുക, സഹിക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ദുർബലനായിട്ടുള്ള അല്ലെങ്കിൽ ദുർബലയായിട്ടുള്ള ഒരു മനുഷ്യനെ സുരക്ഷിതയാക്കാൻ അല്ലെങ്കിൽ സുരക്ഷിതനാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന് ഫീൽ അറ്റ് ഹോം എന്ന് നമ്മൾ പറയും, അവനായിരിക്കുന്നിടത്ത് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ശക്തനായിട്ടുള്ളവൻ സഹിക്കുക എന്നുള്ളതാണ് ഈശോ മുന്നോട്ട് വയ്ക്കുന്ന ക്രമം. എനിക്ക് ചെയ്യാനായിട്ട് അവകാശമുള്ള ഒരു കാര്യം, എനിക്ക് ചെയ്യാനായിട്ട് അവകാശമുണ്ട്, ആരും ചോദിക്കില്ല ഞാനത് ചെയ്താൽ. അത് മറ്റൊരാൾക്ക് ഇടർച്ചയാകാതിരിക്കാൻ ചെയ്യാതിരിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈശോയുടെ ഈ രീതിയാണ് നമ്മൾ പിൻചെല്ലുക എന്ന് പറയാനായിട്ട് പറ്റും. എനിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു തർക്കത്തിൽ മറ്റൊരാൾ അപമാനിതൻ ആകാതിരിക്കാൻ വേണ്ടി ജയിക്കാതിരിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും അത് ഈശോയുടെ രീതിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. എനിക്ക് ലഭിക്കാവുന്ന ഒരു സൗകര്യം മറ്റൊരാൾ അവഗണിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഉപേക്ഷിക്കുമ്പോൾ അത് യേശുവിൻ്റെ സ്നേഹം നമ്മൾ ജീവിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കേൾക്കുന്നത്, നിങ്ങളെക്കാൾ ചെറിയവർക്ക് ഇടർച്ച ഉണ്ടാക്കരുത്. അതുകൊണ്ടൊക്കെയാണ് ഈ നിങ്ങളുടെ കൈ വെട്ടിക്കളയുക, അല്ലെങ്കിൽ പാദം മുറിക്കുക, കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക എന്നൊക്കെയുള്ള യേശു വചനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഫീൽ അറ്റ് ഹോം ആക്കാൻ വേണ്ടി, മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരുടെ ദൗർബല്യത്തിൽ നിന്ന് അവർക്ക് കുറെ കൂടെ ശക്തി അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നിടത്താണ് യേശു കാണിച്ചു തന്ന സ്നേഹം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് സുവിശേഷത്തിലൂടെ ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവരൊക്കെ എൻ്റെ രീതികൾക്കനുസരിച്ച് അവർ ജീവിക്കണം, എൻ്റെ സമയത്തിനനുസരിച്ച് അവരുടെ സമയം മാറ്റണം, എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായം മാറ്റണം, എൻ്റെ ഈഗോയ്ക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം എന്നൊക്കെയുള്ള മനോഭാവമാണ് അല്ലെങ്കിൽ അവസ്ഥകളാണ് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ സൗഹൃദങ്ങളിലോ നമ്മൾ ജോലി ചെയ്യുന്നിടങ്ങളിലോ ഒക്കെ എന്ന് വരികിൽ അത് യേശുവിൻ്റെ സ്നേഹമല്ല. അവിടെയൊക്കെ ചിലതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൂടി ഒരു ഫീൽ അറ്റ് ഹോം, അവർക്ക് കൂടി അംഗീകരിക്കപ്പെട്ടവരാണ്, അവർ കൂടി സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തലത്തിലേക്ക് വരിക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് നൽകി എന്നുള്ളത് മാത്രമല്ല, നീ ദുർബലനായി ഇരിക്കാതിരിക്കാൻ വേണ്ടി, നീ ശക്തനാവാൻ വേണ്ടി, നിനക്ക് ഒരു സംരക്ഷണമുണ്ട് എന്ന് തോന്നാൻ വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളത് കൂടി സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്.